എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ എന്താണ് പൊലമ്പൽ നടത്തിയപ്പോൾ ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിന് ഒരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി ട്രൈബലിന്റെ കാര്യം. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ തൃശ്ശൂരുകാർ ചെയ്തൊരു മഹാ അബദ്ധത്തിന്റെ വർത്തമാനങ്ങളാണ്. ഈ അബദ്ധം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആൾക്കാരെ ഭരിക്കാനുള്ള അതിന്റെ സ്ഥാനത്തേക്ക് എത്തണം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇദ്ദേഹം അടക്കമുള്ള ഉന്നത കുലജാതന്മാരില്ലാത്ത ആൾക്കാരെ ഭരിക്കണം എന്നാണ് ഈ ചെങ്ങാതി വർത്താൻ പറഞ്ഞായിരുന്നു. ജനാധിപത്യ വിരുദ്ധം, ഭരണഘടനാ വിരുദ്ധം എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ഈ 2 സംഗതിയെയും 5ന്റെ പൈസയ്ക്ക് വില കൽപ്പിക്കാത്ത ഇദ്ദേഹത്തെപ്പോലുള്ള സംഖ്യകൾ ഒരു മടിയും കൂടാതെ ഇനിയും നമ്മുടെ നാട്ടിൽ വിലസി നടക്കും. ഇപ്പോഴത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് പറഞ്ഞ് കേരളം വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, കേരളം വിലപിക്കുന്നുണ്ടെങ്കിൽ ആ വിലാപം കേൾക്കുകയും അത് കൊണ്ടുപോയിട്ട് നമ്മുടെ രാജ്യസഭയിലും മറ്റും അവതരിപ്പിക്കുകയും നമുക്ക് വേണ്ടത് നേടിയെടുത്ത് തരികയും ചെയ്യേണ്ട ആളാണ് ഈ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളം ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം വിലപിക്കല്ലെന്നേ, കേരളത്തിന് അർഹമായത് കിട്ടണമെന്നുള്ളതാണ്. 1 രൂപ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ 90 പൈസയെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു തരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതൊന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം കൂടി നമുക്ക് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ BJPക്കാർക്ക് ഇഷ്ടമുള്ള അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്നതിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും നമ്മളെ നോക്കി കളിപ്പിക്കുക എന്ന് മാത്രമാണ് സുരേഷ് ഗോപി അടക്കമുള്ള ഈ ആളുകളുടെ ഒരു രീതി കേട്ടോ. ഇപ്പോൾ പറയുന്നത് കളിപ്പിക്കലാണ്, നമ്മളെ കേരളത്തിനെയാണ്. ഈ ചങ്ങാതി മലയാളിയല്ലേ? ഈ സംഘി എന്ന് പറയുന്ന പട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആ പട്ടം കിട്ടിയിട്ട് അങ്ങോട്ട് കേന്ദ്ര ഗവൺമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാര് വല്ല ഉത്തരേന്ത്യക്കാരുടെ സ്വഭാവം നമ്മുടെ മുമ്പിൽ കാട്ടി കൂട്ടുക. കേരളത്തിന്റെ ആൾക്കാരല്ല, കേരളത്തിലെ ആൾക്കാരെ മുഴുവൻ ദേഷ്യമാണ്. കാരണം ഇവിടെ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അപ്പൊ പിണറായി വിജയനാണ് എല്ലാവരുടെയും അച്ഛൻ എന്ന രീതിയിലാണ് പിന്നെ ഇവന്റെ പെരുമാറ്റം. എന്തായാലും കേട്ടോക്കൂട്ടോ. ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. എല്ലാവരും താഴെത്തട്ടിന് മാത്രം, അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രം. ഇദ്ദേഹത്തിന് വർത്തമാനം കേട്ട് കഴിഞ്ഞായിരിക്കും ഈ 12 ലക്ഷമൊക്കെ ഇവിടുത്തെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത്. ഈ 12 ലക്ഷം ഒരു വർഷം ലഭിക്കുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാരെ അവർ മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. 2 ലക്ഷമൊക്കെ ഇവിടുത്തെ ആൾക്കാർ ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, മൊത്തം കൂട്ടിക്കഴിഞ്ഞ ശമ്പളമൊക്കെ വെച്ചിട്ട്. അവരുടെ മുമ്പിലേക്കാണ് ഈ 12 ലക്ഷം വർഷാന്ത്യത്തിൽ വാങ്ങിക്കുന്ന മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവരുന്നത്. ലജ്ജാതി സങ്കല്പം ഒന്നും ഒരു പിടുത്തും കിട്ടുന്നില്ല കേട്ടോ. ഇനി എന്തായാലും കേരളത്തില് പരപുച്ഛം, ഇപ്പൊ സുരേഷ് ഗോപി അവിടെ കിടക്കട്ടെ. സുരേഷ് ഗോപി പോലത്തെ അതിന് മുമ്പ് BJPയിൽ ഉണ്ടാകുന്ന വേറെ മനുഷ്യനുണ്ട്, ഇയാളെ പരപുച്ഛം നായകൻ എന്നൊക്കെ വിളിക്കേണ്ടി വരും. മറ്റുള്ളതിനെ, കേരളത്തിന്, വയനാടിന്, മരണത്തെ ഒക്കെ പരമപുച്ഛത്തോടു കൂടി മാത്രം കാണുന്ന ഒരു മനുഷ്യനാണ്, സംഖ്യയാണ്. ഒന്ന് കേട്ടോക്കൂ. സുരേന്ദ്രൻജി എന്ന് പറയും. കേരളത്തിൽ ഒരു അവഗണനയും ഇല്ല. നടന്നത് കേന്ദ്ര ബജറ്റാണ്, കേരള ബജറ്റ് അല്ല. ഞങ്ങൾക്ക് അറിയാടോ, കേരളത്തിന് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടില്ല? ടാക്സ് ഷെയർ കുറവുണ്ടോ? അല്ല, അതിന് ഞാൻ മറുപടി പറയുന്നത്. ചോദ്യം നിങ്ങൾ പറയും, കേരളത്തിന് എന്തെല്ലാം കിട്ടിയത്? എന്താ കിട്ടിയത്? കേന്ദ്രം അനുവദിച്ച എല്ലാ പദ്ധതികളുടെ ആനുകൂല്യം കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കുന്നില്ല. എതിർക്കുന്നതാകെ പിണറായി വിജയനും VD സതീശനും പിന്നെ മലയാള മാധ്യമങ്ങളും. തീർച്ചയായിട്ടും നിങ്ങൾ നമസ്കാരം പറഞ്ഞു പോയിട്ടില്ലെങ്കിലും ആകെ എതിർക്കുന്നത് പിണറായി വിജയനും VD സതീശനും മലയാള മാധ്യമങ്ങൾ. കാരണം ഇവിടുത്തെ മലയാളികൾക്ക് അല്പസ്വല്പം വിവരമുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉടായിപ്പത്തരം അവതരിപ്പിച്ചാണ് പോയി കഴിഞ്ഞാൽ അതിലത്തെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ഉത്തരേന്ത്യൻ ആളുകൾക്ക് ഒരു വിവരം ഉണ്ടായിരിക്കില്ല. അവരിപ്പോഴും അവിടെ നടക്കുന്ന ആ ഒരു മഹാകുംഭമേളയിലും അവിടെ പോയിട്ട് മുങ്ങിത്താഴുന്ന ആൾക്കാരും അവിടെ മരിച്ചു പോകുന്ന ആൾക്കാർ നേരെ സ്വർഗത്തിലേക്കാണ് നരകത്തിലേക്കാണ് പോകുന്നത്, ദൈവം വന്ന് കൊന്നതാണോ അല്ലയോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ അവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അവിടെ മരണമൊക്കെ സംഭവിക്കുന്നത് തുറന്നു പറയും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. ആ ഒരു രാജ്യസഭയിലൊക്കെ മറ്റും അവതരിപ്പിക്കുന്ന ഇത്തരം എന്താ പറയുക സംഗതികളുടെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ തുറന്നു പറയും. അത് പക്ഷേ BJPക്കാരെ നിങ്ങൾക്ക് ഇഷ്ടമായില്ല. ഇപ്പൊ തന്നെ വയനാടിന്റെ കാര്യങ്ങൾ അവർ ചോദിച്ചപ്പോൾ പരമപുച്ഛം എന്ന് മാത്രമല്ല, 5ന്റെ പൈസ പ്രഖ്യാപിച്ചില്ല എന്ന് മാത്രമല്ല, എങ്ങനെയെങ്കിലും വയനാട്ടുകാർ ആക്ഷേപിക്കുക,
സുരേന്ദ്രൻ അവിടെ മത്സരിച്ചാണല്ലോ. സുരേന്ദ്രനാകെ വയനാട്ടിലെ ജനങ്ങൾ വികസിക്കണമെന്നോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും നാട്ടുകാർക്ക് സഹായം നേടണമെന്നുള്ള ഈ ഒരു മനുഷ്യൻ പോലും അവിടെ ആവശ്യപ്പെട്ടത് അവിടെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പേര് മാറ്റണം എന്നതാണ്. അദ്ദേഹത്തിന് അവിടെ ഗണപതി വട്ടം ഒന്നാക്കണം. ഇതല്ലാതെ അതിന്റെ അപ്പുറത്തൊക്കെ ഈ ഒരു ചങ്ങാതിക്കൊന്നും പറയല്ല. BJPക്കാർ ഇങ്ങനെയാണെന്നേ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അമ്പലം പണിയലും സ്ഥലപ്പേര് മാറ്റലും എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കുകയല്ലാതെ ഇവർക്ക് വേറെ ഒന്നും പറയാണ്ടാവില്ല. തീരുന്നില്ല കേട്ടോ, ഇനി നമുക്ക് കുറച്ചുകൂടി കേൾക്കാനുണ്ട്. അരഞ്ഞു നടക്കുന്നതല്ല കേരളം. കേരളത്തിൽ അർഹതപ്പെട്ട കിട്ടണമെന്ന് പറയുമ്പോൾ നിൽക്കാതെ കേരളത്തെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. അതും ഉന്നതകുല ജാതന്റെ മനസ്സിൽ നിന്ന് വരുന്ന കമന്റാണ്. ഒരു സമീപനതാണ്. കേരളം എല്ലാ രംഗത്തും മുന്നേറിയെന്ന അവര് തന്നെ ഇറക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ആ സർവേ റിപ്പോർട്ട് അനുസരിച്ച് കേരളം എല്ലാ സ്ഥാനങ്ങളിലും 1-ാം സ്ഥാനത്ത് വരികയാണ്. അങ്ങനെ വരുന്ന കേരളത്തെ എങ്ങനെ തകർക്കണം എന്നുള്ള ഗൂഢാലോചനയാണ് ഇവരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു സംഗതി കേട്ടതാണ്. കേരളം എങ്ങനെയെങ്കിലും പട്ടിണി രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഒരുവന്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഒരു പട്ടിണി നാടായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇവിടേക്ക് വേണ്ട സഹായങ്ങളൊക്കെ തരാമെന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു BJPക്കാരൊക്കെ മുന്നോട്ട് വയ്ക്കുന്നർത്ഥം. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോക്കൂ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പൊ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹായം ലഭിക്കും. ഈ ഒരു ഇതിന്റെ വായിലൊക്കെ പല തെറിയും വരുന്നുണ്ട്, പക്ഷെ ഇതോടെ പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു നാറിയ വർത്തമാനത്തിന് എന്ത് മറുപടി കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മാത്രമാണ്. പിന്നെ ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയത് നിങ്ങൾ ആ സംഘീയ ഗവൺമെന്റ് തന്നെയാണ്. ആ സംഘീയ ഗവൺമെന്റ്, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘീയ ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് ഈ കാര്യത്തിലെല്ലാം ഈ കേരളം മുന്നോട്ട് വന്നതാണ്. അതായത് ഇന്ത്യക്ക് മൊത്തം മാതൃകയായിട്ട് കേരളം മുൻപിൽ നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ഗംഭീരമായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരിക്കലും സഹിക്കില്ല ഇവർക്ക്. കാരണം ഇതിനേക്കാൾ എത്രയോ താഴെയാണ് മറ്റു ഈ BJPക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. അപ്പൊ ആ സംസ്ഥാനങ്ങളെപ്പോലുള്ള നിലവാരത്തിലേക്ക് കേരളത്തിന് എങ്ങനെ മാറ്റണം എന്നാണ് ഇപ്പോൾ ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെ വല്ല അബദ്ധം കൊണ്ട് ഇപ്പൊ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച പോലെ ഇനി ഇവിടെ ആരെങ്കിലൊക്കെ അടുത്ത നിയമസഭാ ഇലക്ഷനിലൊക്കെ ജയിപ്പിക്കാൻ നിന്നാൽ ഇവിടെ ഞാൻ BJPക്കാർ വന്നു കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന പോലെ കേരളം മാറും. ഈ എല്ലാ കാര്യത്തിലും വീണ്ടും പുറകോട്ടടിക്കും. അപ്പൊ കേന്ദ്രത്തിന് സഹായം കിട്ടും. മനസ്സിലായില്ലയോ? തെണ്ടി തിന്നേണ്ടി വരുന്ന അർത്ഥം. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.